കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ IRTCയും SBI ആയിട്ട് ടൈപ്പ് ആയിട്ട് വരുന്ന അവരുടെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ് വീഡിയോ ചെയ്തത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രീമിയം വെർഷൻ ആയിട്ടുള്ള IRTC SBI പ്രീമിയർ ക്രെഡിറ്റ് കാർഡാണ്. SBIയുടെ ഈ ഒരു പ്രീമിയം കാർഡിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് എന്താണ്, SBI പ്ലാറ്റിനം കാർഡിൽ നിന്ന് ഇതിൽ ഡിഫറൻസ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കാർഡിൻ്റെ വെൽക്കം ബെനിഫിറ്റ് നോക്കാം. 1500 റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. SBI ബാങ്കിൻ്റെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഫീസ് വരുന്നുണ്ടായിരുന്നത് 500 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ആൻഡ് ആനുവൽ ഫീസ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1500 രൂപയാണ് നമുക്ക് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. 1499 രൂപ പ്ലസ് GST. റിന്യൂവൽ ഫീ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് 1500 റിവാർഡ് പോയിന്റ്സ് നമുക്ക് ഈ പ്രീമിയർ കാർഡിൽ കിട്ടുന്നത്. ഈ കാർഡിൻ്റെ കൂടെ നമുക്ക് അട്രാക്റ്റീവ് ആക്കുന്ന 2 മൈൽ സ്റ്റോൺ കാറ്റഗറിയും കൂടി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2500 റിവാർഡ് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൈൽ സ്റ്റോൺ വരുന്നുണ്ട്. നമ്മൾ 50,000 രൂപ ഇയർലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രാവൽ എക്സ്പെൻസിന് നമ്മൾ ഇയർലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2500 റിവാർഡ് പോയിന്റ്സ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. 5000 റിവാർഡ് പോയിന്റ്സിൻ്റെ ഒരു മൈൽ സ്റ്റോണും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇയർലി നമ്മൾ 1 ലക്ഷം രൂപ ട്രാവൽ പർപ്പസിനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 റിവാർഡ് പോയിന്റ്സ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. വാല്യൂ ബാക്ക് എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് ഇവിടെ റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നത്. AC1, AC2 ആൻഡ് AC3 എക്സിക്യൂട്ടീവ് ചെയർ കാർ, ഈ ഒരു കാറ്റഗറീസിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ 10% വാല്യൂ പാക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മുമ്പത്തെ SBI പ്ലാറ്റിനം കാർഡിൽ നോക്കിയാലും സെയിം കാറ്റഗറിയിൽ തന്നെയാണ് നമുക്ക് വാല്യൂ പാക്ക് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ 125 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 3 റിവാർഡ് പോയിന്റ്സ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. സെലക്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസിൽ മാത്രമാണ് ഈ ഓഫർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡൈനിങ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ യൂട്ടിലിറ്റി പേയ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 കാറ്റഗറീസിലാണ് നമുക്ക് 3 റിവാർഡ് പോയിന്റ്സ് ഓരോ 125 രൂപയ്ക്കും കിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാ സ്പെൻഡിനും നമുക്ക് 1 റിവാർഡ് പോയിന്റ്സ് ആണ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നത്. നോൺ ഫ്യൂവൽ കാറ്റഗറീസിൽ മാത്രമാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫ്യൂവൽ കാറ്റഗറീസിൽ നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നതല്ല. 1% ട്രാൻസാക്ഷൻ ചാർജ് നമ്മളിവിടെ സേവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ കാർഡിൽ നമുക്ക് 8 ലൗഞ്ച് ആക്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. റെയിൽവേ ലൗഞ്ച് ആക്സസ് ആണ് വരുന്നത്. ക്വാർട്ടർലി ലിമിറ്റ് നമുക്ക് വരുന്നത് 2 വെച്ചിട്ടാണ്. പ്രീവിയസ് ആയിട്ട് നമ്മൾ നോക്കിയ SBI പ്ലാറ്റിനം കാർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ലൗഞ്ച് ആക്സസ് ആണ് വരുന്നത്. ക്വാർട്ടർലി ലിമിറ്റ് വരുന്നുണ്ടായിരുന്നു 1 പ്ലാറ്റിനം കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് നമുക്ക് പ്രീമിയർ കാർഡിലും ലൗഞ്ച് ആക്സസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കാർഡിൽ വരുന്ന വേറൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് 1.8% ട്രാൻസാക്ഷൻ ചാർജ് എയർലൈൻ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് കാർഡായിട്ടുള്ള പ്ലാറ്റിനം കാർഡിൽ നമുക്ക് ഈ ഫീച്ചർ വരുന്നില്ല. ബട്ട് ഓവറോൾ നമ്മൾ ഈ 2 കാർഡ് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസസ് മാത്രമാണ് പ്ലാറ്റിനവും പ്രീമിയറും തമ്മിൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, മെയിനായിട്ട് എടുക്കുന്നത് AC കോച്ച് അതുപോലെ എക്സിക്യൂട്ടീവ് ചെയറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക.